ഈ വാർത്താ പകലിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആശങ്കയേറ്റുന്ന മുഴക്കം. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംസ്ഥാനം മോചിതമാകുന്നതിന് മുൻപേ 5 ജില്ലകളിൽ അസാധാരണ പ്രതിഭാസം. വയനാട് എടയ്ക്കൽ മേഖല, പിണങ്ങോട്, അമ്പലവയൽ എന്നീ മേഖലയിൽ ഇടിമുഴക്കത്തിന് സമാനമായ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. വീട്ടിലേക്ക് ജനലിലേക്ക് വന്ന് എന്തോ ഇടിക്കുന്ന പോലെ ഒച്ച കേട്ടത്. ശരിക്കും ബോംബ് പൊട്ടുന്ന പോലത്തെ ഒച്ച കേട്ടത്. അവർ പുറത്തുണ്ടായിരുന്നു, ഞാൻ അകത്തായിരുന്നു, അതുകൊണ്ട് അത്ര ഒച്ച കേട്ടില്ല. എനിക്ക് ജനലിലേക്ക് എന്തോ ഒരു പ്രകമ്പനാണ് കേട്ടത്. നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു, എന്തോ വന്ന് വീണ പോലെ. അപ്പോൾ എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. ശബ്ദം കേട്ടു, ശബ്ദമൊക്കെ കേട്ടു. ഞങ്ങൾ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒച്ച കേൾക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന എന്താ സ്ഥിതി താഴേക്ക് ഇറങ്ങിയതാ. എന്തോ ജാതി സൗണ്ട്, കുറേ കുരുക്കും പോലെ. അമ്പലത്തിൽ കുറച്ച് കൂടുതൽ ഗതിയാനം ഒരുമിച്ച് പൊട്ടുന്നുള്ള അങ്ങനത്തെ ഒരു മുഴക്കം. പക്ഷെ അത് മുകളിൽ മാത്രം, അടിയിൽ നിന്നാണെന്ന് മാത്രം. കൂനിടി വെട്ടുന്ന പോലെ ഉണ്ടല്ലോ, ഒരു ഇടി മുഴക്കം അങ്ങനെ കേട്ടു. നമ്മൾ വിചാരിച്ചു സാധാരണ മുഴക്കം ഉണ്ടാവില്ല, കർക്കമാസല്ലേ, ആ ഇടിയാന്ന് ഓർത്തു. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മോൾ ഭാഗത്തേക്ക് കുറച്ച് ഇവിടുന്ന് കുറച്ച് ചെക്കന്മാർ ഈ ഭാഗത്തേക്ക് മോൾ ഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കിയാൽ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എന്തെങ്കിലും പാറ എന്തെങ്കിലും ഉരുണ്ട് വീണതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ കേട്ടായിരുന്നു. ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മലയ്ക്ക് സമീപം ഭൂഗർഭജല വകുപ്പ് പരിശോധന നടത്തി. കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലും ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടു. ചാവക്കാട് കെട്ടിടങ്ങളിൽ വിള്ളലുണ്ടായി. ഭൂചലനമല്ലെന്നും ആശങ്ക വേണ്ടെന്നും നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ഡയറക്ടർ OP മിശ്ര പറഞ്ഞു. Actually, there is no natural earthquake recorded by any of the seismographic stations installed in Kerala and around the Kerala. So this is not a natural earthquake. And whatever the reported shaking we are felt, it quite natural that in landslide prone area, if there is some heavy rock masses, try to stabilize from the higher level to the lower level. During that shifting of the land masses, there is the such type of the shaking can be felt localized and at the in situ on surrounding areas. Second thing is that if the rock falls, then there is a lot of the collision between the different rock masses, and there is a frictional energy generated, and those frictional energy, because on the surface they generate the wave, and that wave is propagated to the sound to a greater distance. വയനാട്ടിൽ ഉൾപ്പെടെ ഉണ്ടായത് ഭൂചലനമല്ലെന്ന് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൂടുതൽ പഠനം ആവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസ്വാഭാവികതയുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും നിലവിൽ ഭൂകമ്പ സൂചനകളില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. എടയ്ക്കൽ മേഖലയിൽ നിന്നാണ് സജോ വാർത്താമഴയിൽ ചേരുന്നത്. സജോ, ഈ രാത്രി വൈകിയും ആളുകൾ പുറത്ത് തുടരുന്നുണ്ട് എന്ന് നേരത്തെ സജോയുടെ ലൈവിൽ കണ്ടിരുന്നു. അപ്പോൾ ആളുകളുടെ ആശങ്ക അകറ്റുന്ന തരത്തിൽ ഒരു വിശദീകരണം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ? വിജയകുമാർ, അതായത് ഈ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഭൂചലനമല്ല എന്ന കാര്യം അതിൽ ഏറ്റവും ആധികാരികമായ ഏജൻസി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല എന്നതാണ് വസ്തുത. അതായത് ജില്ലാ ഭരണകൂടമൊക്കെ ആശങ്കയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ആശങ്ക യഥാർത്ഥത്തിൽ ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, ഇതെന്ത് പ്രതിഭാസമാണ്, യഥാർത്ഥത്തിൽ എന്താണ് എന്ന കാര്യത്തിൽ ഒരു ക്ലിയർ പിക്ചർ ആളുകൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ നിന്ന സ്ഥലത്ത് നിന്ന് മിക്കവാറും ആളുകൾ സ്വമേധയാ തന്നെ അവിടെ നിന്ന് മാറിപ്പോയി എന്നതാണ് ഒരു കാര്യം. അതായത് അവരുടെ ഇടയിൽ അവർക്ക് വലിയൊരു ആശങ്കയുണ്ട്. ആ പ്രദേശത്ത് ഗ്രൗണ്ടിൽ ആളുകൾക്ക് കൃത്യമായി അവരുടെ ആശങ്ക ദൂരീകരിക്കുക, ഒപ്പം ആ ഗ്രൗണ്ട് സ്റ്റഡി നടത്തുക എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവിടെ സാധാരണഗതിയിൽ അതിൽ കുഴപ്പമില്ല എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു പോവുക എന്നതിൽ അവർ തൃപ്തരല്ല എന്നതാണ് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. മിക്കവാറും ആളുകൾ അതേ നിലയ്ക്ക് തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. അതായത് ഇടയ്ക്കലടക്കമുള്ള മേഖലകളുടെ ഒരു വളരെ ദുർഘടമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള സ്ഥലം കൂടിയാണ്. ആ പ്രദേശങ്ങളിൽ ഓരോ ഇടങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അമ്പുകുത്തി മലയിൽ 2019 തന്നെ ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു പ്രളയഘട്ടത്തിൽ. ആ ഇടങ്ങളിലടക്കം പലതരം പ്രശ്നങ്ങളുമുണ്ട്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവിടെയുള്ള ഭൂമിയുടെ പലതരത്തിലുള്ള
ക്രമവിരുദ്ധമായ വിനിയോഗം സംബന്ധിച്ച ആളുകൾക്ക് ആശങ്കയും പരാതിയുമുണ്ട്. അവിടെ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ഗ്രൗണ്ടിലെത്തി സ്റ്റഡി വേണം. ഒന്ന് ജിയോളജി വിഭാഗത്തിൻ്റെയും ഒപ്പം ഭൂഗർഭ ജല വിഭാഗം, അങ്ങനെ ഈ കാര്യത്തിലെ വിദഗ്ധർ അല്ലെങ്കിൽ ഭൗമശാസ്ത്ര വിദഗ്ധർ അത്തരം ആളുകളെയൊക്കെ ഒരു ഗ്രൗണ്ട് സ്റ്റഡിക്ക് നിയോഗിക്കണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായി കുറെ കൂടി, അതായത് ഇതിൽ ഒരു എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ യഥാർത്ഥത്തിൽ ദുരന്തമുണ്ടായ മേഖലയിൽ നിന്ന് വലിയ ദൂരമല്ല എന്ന് കാണാൻ കഴിയും. അതാണ് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് ഈ മുണ്ടക്കൈ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഈ ആളുകളെ പരിഭ്രാന്തരാക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിയ ഘട്ടത്തിൽ മിക്കവാറും ഇടങ്ങളിൽ ആളുകൾ ഇറങ്ങി പുറത്ത് നിൽക്കുകയായിരുന്നു. റോഡുകളിലും മറ്റുമായി കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ സുരക്ഷിതമെന്ന് അവർ കരുതുന്ന ഇടങ്ങളിലേക്ക് കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. കുറേയധികം ആളുകൾ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു ഒരു ക്യാമ്പ് വേണമെങ്കിൽ സ്കൂളിൽ തുടങ്ങാം, ആളുകൾക്ക് അങ്ങോട്ട് മാറണമെങ്കിൽ മാറാം. അപ്പോൾ ആ നിലയിലൊക്കെ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ വീടൊഴിഞ്ഞ് ബന്ധുവീടുകളിലേക്കോ പോകുന്ന തരത്തിൽ അവിടെ പ്രശ്നമുണ്ടോ? വിജയകുമാർ, യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ആളുകൾ അവരുടെ സ്വന്തം നിലയ്ക്കുള്ള ആശങ്ക കൊണ്ടാണ് അവർ മാറി താമസിക്കുന്നത്. അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല, അങ്ങനെ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഫീൽഡിൽ ഈ കാര്യം ആളുകളെ കുറെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതാണ് എന്നതാണ് ഒരു വസ്തുത. ഈ കാര്യത്തിൽ ഈ പ്രതികരണം സാധാരണഗതിയിൽ ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന് നമ്മൾ തുടർച്ചയായിട്ട് അങ്ങനെ ആവർത്തിച്ച് പറയും. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ആളുകളെ കൂടി ഒന്നുകിൽ അത് ആളുകളെ ബോധ്യപ്പെടുത്തുക, വസ്തുതകൾ കുറെ കൂടി വ്യക്തമായി ആളുകളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നൊരു പോംവഴി മാത്രമേ ഉള്ളൂ. അത് ഗ്രൗണ്ട് ലെവലിൽ തദ്ദേശ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒന്നാണ്. ക്യാമ്പുകൾ യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പും തുറന്നിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യകതയില്ല. ആളുകൾക്ക് എന്തെങ്കിലും സ്വയം ആശങ്കയുണ്ടെങ്കിൽ അവർക്ക് സ്വയം മാറി താമസിക്കാം. ആവശ്യപ്പെട്ടാൽ, ആശങ്കയുണ്ട് അതുകൊണ്ട് ആവശ്യപ്പെട്ടാൽ ക്യാമ്പുകൾ ഒരുക്കാം. പക്ഷേ ഇങ്ങനെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. അങ്ങനെ ഒരു ആശങ്കയും വേണ്ട, ഒരു പരിഭ്രാന്തിയും വേണ്ട എന്നാണ് ജില്ലാ കലക്ടർ തന്നെ വ്യക്തമാക്കിയത്. മന്ത്രിയും ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുമൊക്കെ അതേ നിലയ്ക്ക് തന്നെയുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാകും എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കാരണം ലാൻഡ് സ്ലൈഡ് ഒക്കെ നടന്ന ഇടങ്ങളിൽ, അതിന് സമീപ പ്രദേശങ്ങളിൽ സ്വാഭാവിക പ്രതിഭാസം റവന്യൂ വകുപ്പോ അതിൽ ഒരു കൃത്യമായ മറുപടി പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ മേഖലയിലൊക്കെ വന്ന് പരിശോധന നടത്തി എന്താണ് എന്നതിൽ ഇപ്പോൾ ഒരു പകൽ കഴിയുന്നു. അപ്പോൾ ആളുകളുടെ സംശയങ്ങൾക്ക്, ആശങ്കകൾക്ക് ഒരു നിവൃത്തി വരുത്തേണ്ട സമയമായല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ വലിയൊരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന്, നടുക്കത്തിൽ നിന്ന് മോചിതമായിട്ടേ ഇല്ല. അപ്പോൾ വേറൊരു ആശങ്ക, അപ്പോൾ അത് വേഗത്തിൽ പരിഹരിക്കേണ്ടതാണല്ലോ. ആ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എത്രയാണെന്ന് നമ്മൾ നേരിൽ കണ്ടതാണ് ആ സ്ഥലത്ത് നിന്ന്. അപ്പോൾ അതിനൊരു ഇടപെടൽ വേണ്ടതല്ലേ സജോ? വിജയകുമാർ, കൂടുതൽ ആശങ്കയുള്ള മേഖലകൾ, പ്രത്യേകിച്ച് ദുർഘടമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള സ്ഥലം, അതല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ നമുക്കറിയാം വളരെ ഫ്രജൈലായ ചില മേഖലകളെ നമുക്ക് കൃത്യമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് യഥാർത്ഥത്തിൽ അവിടെ ഉദ്യോഗസ്ഥ സംഘത്തെയോ അല്ലെങ്കിൽ വിദഗ്ധ സംഘത്തെയോ ടീമിനെയോ അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഒരു സ്പെഷ്യൽ സംഘത്തെയോ തന്നെ നിയോഗിച്ച് അല്ലെങ്കിൽ അവരവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ ഈ ആശങ്കകൾക്ക് നിവർത്തി വരുത്തുകയും അവിടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും വേണ്ടതാണ്. യഥാർത്ഥത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലുള്ള കാര്യം നടക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് ജിയോളജി വിഭാഗത്തിലെയും ഭൂഗർഭ ജല വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ യഥാർത്ഥത്തിൽ അമ്പുകുത്തി മേഖലയിലടക്കം അവർ പരിശോധന നടത്തിയിരുന്നു. അക്കാര്യത്തിൽ സാധ്യമായ വിദഗ്ധരുടെയോ അല്ലെങ്കിൽ ടീമിനെയോ ഒക്കെ നിയോഗിച്ച്, ഏതൊക്കെ വകുപ്പുകളാണോ ഏകോപനം ആവശ്യമുള്ളത് അവരെ നിയോഗിച്ച്, റവന്യൂ വിഭാഗത്തെയും ഇപ്പോൾ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഒക്കെ നിയോഗിച്ച് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ ഫീൽഡ് സ്റ്റഡി നടത്തുകയും ആളുകൾ എന്തെല്ലാം വിവരങ്ങൾ പറയുന്നു, ആശങ്കകൾ പറയുന്നു, അവിടെ എന്തെല്ലാം ഇടപെടലുകൾ അടിയന്തരമായി നടത്തണം എന്നീ കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ വളരെ വേഗത്തിലുള്ള ഒരു പഠനവും ഇടപെടലും ഉണ്ടാകേണ്ടതാണ്. ഈ വിദഗ്ധ അഭിപ്രായം വന്നതിന് പിന്നാലെ ഈ കാര്യത്തിൽ വളരെ വേഗത്തിലൊരു പിന്നോട്ടുപോക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്ന് സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ വിശ്വാസത്തിലെടുക്കാനേ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടെയുള്ള ആളുകളുടെ ആശങ്ക പൂർണ്ണമായി ദൂരീകരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കുറെ കൂടി അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന തരത്തിലും അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ആക്ട് ചെയ്യുന്ന തരത്തിലുമൊക്കെയുള്ള കാര്യങ്ങൾ കുറെ കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. നമ്മൾ കണ്ട ഭൂരിപക്ഷം ആളുകളും അത് തന്നെയാണ് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ഭീതിയുണ്ട്, ഒരു ആശങ്കയുണ്ട്. അത് ദൂരീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയുമാണ്. പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ഒന്നും അക്കാര്യത്തിൽ ഇപ്പോൾ ഭൂചലനമല്ല എങ്കിൽ മറ്റെന്താണ് എന്നതിൽ അവരെന്തെങ്കിലും പഠനം നടത്തുന്നുണ്ടോ, ആ മേഖലയിൽ എത്തിയിട്ടുണ്ടോ, അത്തരം വിവരങ്ങളും അറിയില്ല. അപ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ട്, ആശങ്കയുണ്ട്. അത് ദൂരീകരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായും എന്നതാണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. വയനാടിന് പിന്നാലെ കോഴിക്കോടും പാലക്കാടും മലപ്പുറത്തും ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ അറിയിച്ചു. രാവിലെ 10:15-നും 10:30-ക്കും ഇടയിലാണ് വിവിധ ജില്ലകളിൽ ഒരേ സമയം ഈ അസാധാരണ പ്രതിഭാസം ഉണ്ടായത്. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ ഇന്നെത്തി പരിശോധന നടത്തി.
പാലക്കാട് ഒറ്റപ്പാലത്തും അലനല്ലൂർ കുഞ്ഞുകുളത്തും ചെറുപ്പുളശ്ശേരി കാറൽമണ്ണയിലുമാണ് ഒരേ സമയം ഉഗ്രശബ്ദം കേട്ടത്. ചിലയിടങ്ങളിൽ അസാധാരണമാം വിധം കുലുക്കവും അനുഭവപ്പെട്ടു. അത് ഏത് ഭാഗത്തുനിന്നാണെന്നൊരു വ്യക്തത ഇല്ലാത്തൊരു സൗണ്ടാണ് വന്നത്. നമുക്കൊരു ദിശ പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് മറ്റേ വടക്കുന്നാണോ പടിഞ്ഞാറുന്നാണോ കിഴക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല സൗണ്ട് കേട്ടു. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞു എന്തൊരു സൗണ്ട് കേൾക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ഇതിൽ ഭൂമിയിലൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. ഒരു 2-3 സെക്കൻഡ് നേരം അത്രേ ഉള്ളൂ. വരോട് വാടാനംകുറിശി സ്കൂളിലും പ്രകമ്പനമുണ്ടായതായി അധ്യാപിക സുരേഖ പറഞ്ഞു. കോഴിക്കോട് കൂടരഞ്ഞിയിലും കുറ്റ്യാടി കലങ്ങോടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. മലപ്പുറം എടപ്പാളിലും കരിപ്പൂർ മാതംകുളത്തും ഉഗ്രശബ്ദം കേട്ടു. മലബാറിലെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം ഉണ്ടാകുന്നതെന്ന് കേരള സർവകലാശാല ജിയോളജി വിഭാഗം മുൻ മേധാവിയും ജിയോളജിസ്റ്റുമായ ജി ത്രിവിക്രം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പൊടുന്നനെയുണ്ടായ അസാധാരണ പാരിസ്ഥിതിക മാറ്റത്തിൽ ആശങ്കയിലാണ് ജനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. തൃശൂർ ജില്ലയിൽ ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. അവിടെ കെട്ടിടങ്ങളിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക്. പള്ളിയിൽ പ്രയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 1:35 ആയിരിക്കണം. ഞാനിവിടെ അകത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ മേലിൽ നിന്ന് ഒരു തേങ്ങ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും എന്നുള്ള ഒറ്റൊരു എയറിലൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടിട്ട് ഫ്രണ്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ചുമരുമ്മലൊക്കെ ഭിത്തിമിൽ നിന്ന് വീഴുന്ന മണ്ണുകൾ കട്ടകളൊക്കെ താഴെ കിടക്കുന്നത് നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു 7 റൂമോളം ഈ ക്വാർട്ടേഴ്സിലുണ്ട്. അങ്ങനെ ആ റൂമിലെല്ലാവർക്കും ഇത് മൊത്തത്തിലെ വിള്ളലുകൾ ഒക്കെ സംഭവിച്ചിരിക്കുന്നു. തൊട്ടടുത്തും വേറൊരു ക്വാർട്ടേഴ്സ് 1st 2nd ഫ്ലോറിൽ ഉണ്ട്. അവർക്ക് മൊത്തം ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിയിലൊക്കെ എന്ത് സംഭവിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഭയത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഇപ്പോൾ ഇപ്പോൾ വയനാടാണെങ്കിലും കോഴിക്കോടാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒരിടത്തുനിന്നും ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി വിവരമുണ്ടായിരുന്നില്ല. ഈ മുഴക്കം, പ്രകമ്പനം, വലിയ ശബ്ദം ഇതൊക്കെ കേട്ട് ജനങ്ങൾ പേടിച്ച് വീടിന് പുറത്തിറങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ തൃശ്ശൂരിൽ ചാവക്കാടേക്ക് വരുമ്പോൾ അവിടെ വീടുകളിൽ വിള്ളൽ വീണിട്ടുണ്ട്. അതായത് ഒരു ഭൂചലനത്തിൻ്റെ സമയത്തുണ്ടാകുന്നതിന് സമാനമാണ്. പക്ഷേ ഇത് ഭൂചലനമല്ലെന്ന് എല്ലാ ഏജൻസികളും തറപ്പിച്ചു പറയുന്നു. അപ്പോൾ അവിടെ വിശദമായ പരിശോധന നടക്കുന്നുണ്ടോ? എന്താണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ തദ്ദേശ ഭരണ വകുപ്പുമൊക്കെ നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, തീർച്ചയായും മറ്റ് ജില്ലകൾ എടുക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒരു പ്രശ്നബാധിത മേഖലയായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. പല വീടുകളിലും ഈ വിള്ളൽ ഉൾപ്പെടെ അനുഭവപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു ഭൂചലനമായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും വിശദമായ പഠനങ്ങളിലേക്ക് കടക്കും എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ 3 തവണയിലധികമാണ് ഈ ചാവക്കാടും കുന്നംകുളം അടക്കമുള്ള മേഖലകളിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. അന്നൊക്കെ റിക്ടർ സ്കെയിലിൽ ഈ മിനിമം തോത് രേഖപ്പെടുത്തുന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി ഈ ഇത്തരത്തിൽ മിനിമം തോത് പോലും രേഖപ്പെടുത്താത്ത ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വിശദമായ പഠനം നടത്തും എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. പക്ഷേ നിരവധി വീടുകളിൽ ഇത്തരത്തിൽ ഈ വിള്ളലടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്നു. വിജയകുമാർ, ഈ ആളുകൾ ക്വാർട്ടേഴ്സിൽ ഇരുന്ന് സംസാരിച്ച ആളുകളൊക്കെ അവരവിടെ തുടരുന്നുണ്ടോ? അപ്പോൾ വലിയ വിള്ളൽ വീണിട്ടുണ്ട് പലയിടത്തും. അവർക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതായോ സാഹചര്യം വല്ലതുമുണ്ടോ ആ പ്രദേശത്ത്? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം പറയുന്നത് നിലവിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തുടർ നടപടികളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത് ഒരു ഭൂകമ്പമായി കണക്കാക്കാത്ത സാഹചര്യത്തിൽ തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷെ എന്നാൽ പോലും പല വീടുകളിലും ഈ വിള്ളലടക്കം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. നാളെ വിശദമായ പഠനത്തിലേക്ക് കടക്കും. അതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ, അതായത് കഴിഞ്ഞ മാസം ഉൾപ്പെടെ ഈ ഭൂചലനം ഉണ്ടായ സമയത്ത് ഈ തൃശൂർ മേഖലകളിൽ തുടർ ചലനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരുമായി അവർ സംസാരിക്കുമ്പോൾ പറയുന്നത്. കാരണം കുന്നംകുളത്ത് കഴിഞ്ഞ മാസം ഇത്തരത്തിലൊരു ഭൂചലനം ആദ്യം ഉണ്ടാകുന്നു, പിന്നീട് അന്ന് പുലർച്ചെയാണ് ഇതുണ്ടാകുന്നത്, പിന്നീട് രാത്രിയോടുകൂടി വീണ്ടും തുടർചലനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിൽക്കുന്നുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടം പറയുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന്
ജില്ലാ ഭരണകൂടം തീർത്തും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നിരവധി വീടുകളിൽ ഇന്ന് ഈ ഭൂമിക്കടിയിലുണ്ടായ വലിയ മുഴക്കത്തോടു കൂടിയുള്ള ശബ്ദത്തിൽ ഈ വിള്ളലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടെ ഈ സ്ഥലം ഇന്ന് സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വിജയകുമാർ. യെസ്, ഈ ദൃശ്യങ്ങൾ തൃശ്ശൂർ ചാവക്കാട് തിരുവത്ര പുതിയറയിൽ നിന്നാണ്. അവിടെ ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടു. അതിന് പിന്നാലെ കെട്ടിടങ്ങളിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ ആശങ്കയോടെയാണ്. പക്ഷേ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. നാളെ വിശദമായ പരിശോധന ഈ മേഖലയിൽ നടത്തുമെന്നും ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നുണ്ട്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും സങ്കടക്കാഴ്ച. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാന്തൻപാറയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനായില്ല. PPE കിറ്റ് ഇല്ലാതെ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് സന്നദ്ധ സംഘം അറിയിച്ചു. പുനരധിവാസ സമിതിക്ക് സർക്കാർ രൂപം നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. വീട് നഷ്ടപ്പെട്ടവർക്ക് അടിയന്തര ആശ്വാസ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. അതിസങ്കീർണമായിരുന്നു കാന്തൻപാറയിലെ ദൗത്യം. റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടത്. ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ദൗത്യസംഘത്തിന് PPE കിറ്റുകൾ ലഭിക്കാത്തതിനാൽ എയർലിഫ്റ്റിംഗ് സാധ്യമായില്ല. നമ്മൾ 9 മണി 10 മണി മുതൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പൊ സമയത്തായി നമുക്ക് 3:52 ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ വന്നിട്ട് ആകെ തന്ന സാധനം ഒരു PPE കിറ്റ് വരെ അല്ലാതെ ഈ ഇത്രയും 12 ദിവസം കഴിഞ്ഞ് ഈ ബോഡി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അത്രയും അഴകിയ ഒരു ബോഡിയാണ്. ആ ബോഡികൾ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ PPE കിറ്റ് പോരാ. പക്ഷെ PPE കിറ്റെങ്കിലും നമുക്ക് എന്താക്കിയിട്ടില്ല, ഇവരെത്തിച്ചെന്നില്ല. അത്രയും പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ആകെ 2 ഗ്ലൗസും പാക്ക് ചെയ്യാനുള്ള 2 കവറുമാണ് തന്നത്. ഇതിലൊന്നും അത് എടുത്ത് കൊണ്ടുപോക്കൽ നടക്കൂല. പുനരധിവാസ പദ്ധതിക്ക് സർക്കാർ കാലതാമസം വരുത്തരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സുതാര്യതയ്ക്കായി MLA-മാരെയും MP-മാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെട്ടു. വീടും വസ്തുവകകളും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് താമസ സൗകര്യമൊരുക്കുന്നതിന് സർക്കാർ ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിക്കും 300 രൂപ വീതം ആശ്വാസ ധനസഹായം നൽകാനാണ് തീരുമാനം. 24 വയനാട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ജനകീയ തെരച്ചിൽ നടത്തി. ക്യാമ്പിൽ കഴിയുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തിയായിരുന്നു പരിശോധന. ഞായറാഴ്ച കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി P. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ രാവിലെ 9 മുതൽ 1 മണി വരെയായിരുന്നു തിരച്ചിൽ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉച്ചയോടെ തിരച്ചിൽ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. സാധ്യമായ ഇടങ്ങളിൽ പ്രദേശവാസികളുടെയും ക്യാമ്പിൽ കഴിയുന്നവരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. സന്നദ്ധ സംഘടനകളും സേനാ വിഭാഗങ്ങളും തിരച്ചിലിന്റെ ഭാഗമായി. ഞാൻ എൻ്റെ ഇത് നടന്നതിൻ്റെ അപ്പുറത്താണ് വീടുള്ളത്. ഒന്നും കൂടെ കൂടുതൽ ആളും കൂടി എത്തിക്കഴിഞ്ഞാൽ, ക്യാമ്പിൽ നിന്നുള്ള ആൾക്കാരും കൂടി എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബോഡി റിക്കവറി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല എന്നിങ്ങനെ 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തിയത്. ക്യാമ്പിലെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഞായറാഴ്ച വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അല്ല, ഇന്നിപ്പോ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂർ മുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇവിടെ ജനകീയ തെരച്ചിൽ നിർത്തേണ്ടി വരും. പക്ഷെ ഞായറാഴ്ച ജനകീയ തെരച്ചിൽ തുടരും. 131 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 24 വയനാട്. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് കോടതിയുടെ ഈ നടപടി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ച് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞത്. ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണം.
ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് പാരിസ്ഥിതിക പഠനം നടത്തിയതിനു ശേഷമാകണമെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയവരെ കേസിൽ കക്ഷി ചേർത്ത കോടതി ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. പരിസ്ഥിതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവിധ വകുപ്പുകൾ പലതരത്തിലാണ് നടപടികൾ എടുക്കുന്നത്. അതിനാൽ വകുപ്പുകൾ തമ്മിൽ ഏകോപനം വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ പഠനം അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയ കോടതി ഇക്കാര്യത്തിൽ സർക്കാർ നയങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നതാണ് പരിഗണിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചു. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിനുമേൽ കോടതി നിരീക്ഷണമുണ്ടാകുമെന്നും ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി കേരളം. 2000 കോടിയുടെ പുനർനിർമ്മാണ പാക്കേജ് വേണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സംഘത്തിനോട് ആവശ്യപ്പെട്ടു. ദുരന്ത മേഖലകളിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. രാവിലെ 11 മണിയോടെ വയനാട് കലക്ടറേറ്റിലെത്തിയ കേന്ദ്ര സംഘം മന്ത്രിമാർ, MLA മാർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചാണ് കേന്ദ്ര സംഘത്തെ കേരളം സാഹചര്യം ബോധ്യപ്പെടുത്തിയത്. 1200 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നതായും 2000 കോടിയുടെ പുനർനിർമ്മാണ പാക്കേജ് അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം 2000 കോടി രൂപ ആവശ്യപ്പെടും. ദുരന്ത മേഖലയിൽ ഉരുൾപൊട്ടലിന്റെ പ്രത്യാഘാതം പ്രതീക്ഷിക്കണമെന്ന് കേന്ദ്ര സംഘം മുന്നറിയിപ്പ് നൽകി. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു. ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠനം നടത്തി ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ നാളെ പ്രധാനമന്ത്രി കേരളത്തിന് ആശ്വാസകരമാകുന്ന പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ടീം 24 വയനാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട് സന്ദർശിക്കും. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം ദുരന്ത ഭൂമിയിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും മോദിക്കൊപ്പം ഉണ്ടാകും. ദുരന്തത്തെ L3 വിഭാഗത്തിൽപ്പെടുത്തി വയനാടിനെ സഹായിക്കാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഹെലികോപ്റ്റർ മാർഗം ദുരന്തഭൂമിയിലെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം ആകാശ നിരീക്ഷണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവും മോദിക്കൊപ്പം ഉണ്ടാകും. ദുരന്തഭൂമിയിലെ സാഹചര്യങ്ങൾ ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കും. ബെയിലി പാലത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ദുരന്ത പ്രദേശത്തേക്ക് നീങ്ങും. കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതായി ADGP MR അജിത് കുമാർ 24നോട്. നിലവിലുള്ള വിവരം അനുസരിച്ചിട്ട് അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ വരുന്നു. കണ്ണൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പവും മറ്റ് ഒഫീഷ്യലോടൊപ്പവും ബൈ ചോപ്പർ ഈ ഏരിയ ആദ്യം ഒരു ഏരിയൽ നിരീക്ഷണം നടത്തുന്ന മനസ്സിലാക്കുന്നത്. ഏരിയൽ നിരീക്ഷണ ശേഷം കൽപ്പറ്റയിൽ വന്നിറങ്ങും. കൽപ്പറ്റയിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൈ റോഡ് നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച് ചുരന്മല ഭാഗത്ത് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. സേനാ മേധാവിമാരെയും ദൗത്യസംഘത്തെയും പ്രധാനമന്ത്രി കാണും. തുടർന്ന് ക്യാമ്പുകളിലും ആശുപത്രിയിലും സന്ദർശനം നടത്തും. പര്യടനത്തിനു ശേഷം കളക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുക്കും. ശേഷം കണ്ണൂർ വഴി ഡൽഹിയിലേക്ക് മടക്കം. ദുരന്തത്തെ L3-ലോ L4-ലോ ഉൾപ്പെടുത്തി വയനാടിനെ സഹായിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. L3 മാത്രമല്ല, L3 L4-നിടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല. പക്ഷേ L3 L4 ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അതാണ് നൽകേണ്ടത്. അപ്പോൾ 2 ഫേസിലായി വളരെ വിപുലമായ തരത്തിലുള്ളൊരു പുനരധിവാസ പ്രക്രിയയുണ്ട്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് മാത്രം താങ്ങുന്ന കാര്യമല്ല, അവർ സഹായിക്കണം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുത്ത് നാളെ തിരച്ചിലുണ്ടാകില്ല. ദീപക് ധർമ്മടം, 24 വയനാട്. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ ആശങ്കയിലാണ്. ക്യാമ്പ് പിരിച്ചുവിടുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല. അതിനുത്തരം നൽകുകയാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ പള്ളിവയിൽ. 32 കുടുംബങ്ങൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തി വാടക വീടുകൾ തയ്യാറാക്കുകയാണ് ജഷീറിന്റെ സൗഹൃദ വലയം.
ദുരിതാശ്വാസ ക്യാമ്പ് അതിജീവനത്തിന്റെ പാതയിലാണ്. വൈകാതെ ക്യാമ്പുകൾ പിരിച്ചുവിട്ട് ഇവിടെ ക്ലാസുകൾ ആരംഭിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആദിയോടെ കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ആശങ്കയ്ക്ക് പരിഹാരവുമായാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ പള്ളിവയിൽ അരികിലുണ്ട് അരപ്പറ്റയുടെ തുടർ പദ്ധതികളുടെ ഭാഗമായി കൂരയാകും വരെ കൂട്ടായി എന്ന പദ്ധതിയിലൂടെ വാടക വീടുകൾ കണ്ടെത്തുന്നത്. നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള അരപ്പറ്റ മേഖലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. സ്വാഭാവികമായി നമ്മുടെ ഈ പരിധിക്കകത്തുള്ള എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളുടെയും സഹായത്തോടു കൂടി അവരുടെയൊക്കെ മാനസിക സപ്പോർട്ടോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 35 മനുഷ്യസ്നേഹികളെ കണ്ടെത്തി. ഇവർ മുഖാന്തരം 18 വാടക വീടുകൾ തയ്യാറാക്കി. ബാക്കി വീടുകൾ തയ്യാറാക്കി വരുന്നു. 1 വർഷത്തെ കരാറാണ് ഓരോ സ്പോൺസർമാരും ഏറ്റിരിക്കുന്നത്. ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, സോഷ്യൽ വർക്കറും ഭാര്യയുമായ റസ്മീന ജഷീർ, CK കമറുദ്ദീൻ എന്നിവരുടെ സഹകരണത്താലാണ് വീടുകൾ കണ്ടെത്തിയത്. വീടുകൾ പൂർണ്ണമായും തകർന്നവരെയാണ് ആദ്യഘട്ടം പരിഗണിക്കുന്നത്. തുടർന്ന് മറ്റുള്ളവരെയും ചേർത്ത് നിർത്തും. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ പ്രധാന ആശങ്ക ക്യാമ്പ് വിട്ടൊഴിയുമ്പോൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ ഇത്തരം 1000 വാടക വീടുകൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഇത് അതിനൊരു തുടക്കമാകട്ടെ. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. ഉരുൾപൊട്ടൽ തകർത്തത് മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ അടയാളമായിരുന്ന ഒരു വെള്ളച്ചാട്ടത്തെ കൂടിയാണ്. സീതമ്മക്കുണ്ട് എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര്. വെള്ളച്ചാട്ടത്തിന്റെ സ്ഥാനത്ത് ഇന്ന് കരിങ്കൽ കൂനകൾ മാത്രമാണുള്ളത്. വയനാട് ട്രാവലർ ദിദിന്റെ ദൃശ്യശേഖരത്തിൽ കാണാനാകും സീതമ്മക്കുണ്ട്. നുരഞ്ഞൊഴുകുന്ന ചൂരൽമല പുഴ പതിക്കുന്നിടം. ആഴമറിയാത്ത കുഴിയാണിത്. കത്തുന്ന വേനലിലും ഉള്ളു തണുപ്പിക്കുന്ന ജലപാതം. അപകട ഭീഷണി ഏറെയുണ്ടെങ്കിലും ആളുകൾ ഇവിടെ എത്താറുണ്ട്. മുണ്ടക്കൈയിലേക്ക് എത്തുമ്പോൾ പാതയുടെ വലതുഭാഗത്ത് അല്പം നടന്നാൽ കാണാം സീതമ്മക്കുണ്ടിനെ. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടമില്ല. സീതമ്മക്കുണ്ടിന്റെ സ്ഥാനത്ത് കരിങ്കൽ കൂനകൾ മാത്രം. സീതമ്മക്കുണ്ടുണ്ടായിരുന്നതിന് തൊട്ടുമുകളിലായി വെള്ളമൊഴുകുന്ന ഒരിടം കാണാം. ഉരുൾപൊട്ടൽ സകലതും തുടച്ചു നീക്കിയപ്പോൾ സീതമ്മക്കുണ്ടും ഓർമ്മകളിലേക്ക് മാറി. അതിഗംഭീരമായിരുന്നു. എന്താ വെച്ചാൽ വന്ന് കാണാൻ, എല്ലാവർക്കും വന്ന് കാണാൻ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഇത് കാണുമ്പോൾ നമ്മൾ നെഞ്ച് പൊട്ടുക. നമുക്ക് ആ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ എത്തുന്നവരുടെ ഇഷ്ട ഇടങ്ങളിലൊന്നായിരുന്നു ഈ ജലപാതം. ഉരുൾപൊട്ടലിനൊപ്പം അസ്തമിച്ചത് ഈ നാടിന്റെ അടയാളമായിരുന്ന സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം കൂടിയാണ്. മുനീഫ് തിരൂരിനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാടിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് നഷ്ടം വിലയിരുത്തിയ ശേഷം പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മേഖലയിൽ ഇന്ന് സന്ദർശനം നടത്തി. വിലങ്ങാട് ദുരന്തത്തിൽ 12 കോടിയിലധികം രൂപയുടെ കൃഷിനാശമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിസ്സഹായരായ നാട്ടുകാരുടെ ദുരിതവും പരാതികളും കൃഷിമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കകത്ത് എങ്ങനെയെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് കൃഷി വകുപ്പ് പ്രത്യേകമായിട്ട് ആലോചിക്കുന്നതായിരിക്കും. ഈ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുകയും അതെല്ലാം നടപ്പിലാക്കുകയും ചെയ്യും. കർഷകർക്ക് മതിയായ സമയം കൊടുത്തു തന്നെ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടും അതിന് പുറത്തുള്ള പരിശോധന നടത്തിക്കൊണ്ടും യഥാർത്ഥമായ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തേണ്ടത്
അനിവാര്യമാണ്. പുറത്തറിഞ്ഞതിലും വലുതാണ് വിലങ്ങാട്ടെ ദുരന്തത്തിന്റെ വ്യാപ്തിയെന്ന് പ്രദേശം സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിലങ്ങാട് ഉണ്ടായിരിക്കുന്ന ദുരന്തം നമ്മളെല്ലാം പുറത്തറിഞ്ഞതിനേക്കാൾ വ്യാപ്തിയുള്ളതാണെന്ന് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമായി. വലിയൊരു അപകടത്തിൻ്റെ നിഴലിലാണ് ഇവിടെ ആളുകളെല്ലാവരും ജീവിക്കുന്നത്. ഇത് ഇത്ര ആളപായം ചുരുങ്ങിയത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം അത്ര വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 4 പേരടങ്ങുന്ന വിദഗ്ധ സംഘം അടുത്തയാഴ്ച വിലങ്ങാടെത്തി പഠനം നടത്തും. നാശനഷ്ടങ്ങളുടെ കണക്ക് 2 ദിവസത്തിനകം റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർക്ക് കൈമാറും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ദുരിതബാധിതർക്കുള്ള സഹായം തീരുമാനിക്കാനാണ് സാധ്യത. 24 കോഴിക്കോട്. ഇനി നോക്കാം ഒളിമ്പിക്സ് വിശേഷങ്ങൾ. ഒളിമ്പിക്സ് അയോഗ്യതാ കേസിൽ കായിക തർക്ക പരിഹാര കോടതിയിൽ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ വാദം തുടരുകയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് സാൽവെയും വിനേഷിനായി വാദിക്കുന്നുണ്ട്. ഇതിനിടെ വിനേഷിൽ നിന്ന് മെഡൽ മോഷ്ടിക്കുകയായിരുന്നുവെന്നും കായിക നിയമങ്ങളിൽ പ്രായോഗിക മാറ്റങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും രംഗത്തെത്തി. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനിൽ, പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇപ്പോൾ ഹരീഷ് സാൽവയെ പോലെയൊക്കെയുള്ള മുതിർന്ന അഭിഭാഷകർ രംഗത്തെത്തുന്നുണ്ട്. വിനേഷിന് അനുകൂലമായി വലിയ ചർച്ചകൾ പുറത്തു നടക്കുന്നുണ്ട്. ഇത് കായിക തർക്കപരിഹാര ഫോറത്തെ സ്വാധീനിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അനുകൂലമായ തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട്? വിജയകുമാർ, മെഡൽ തിരികെ കിട്ടാൻ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മെഡൽ തിരികെ കിട്ടാൻ സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് ഇന്ത്യ. അതിനായാണ് ഇപ്പോൾ ഹരീഷ് സാൽവയുടെ അടക്കം സേവനം തേടിയിരിക്കുന്നത്. നേരിട്ട് വിനേഷ് ഫോഗട്ടാണ് നേരിട്ട് പരാതി നൽകിയത്. ആ താരം തന്നെ സ്വന്തമായി അഭിഭാഷക സംഘത്തെ വെക്കുകയായിരുന്നു. പാരീസ് ബാർ കൗൺസിലുള്ള 4 അഭിഭാഷകരാണ് വിനേഷ് ഫോഗട്ടിനായി ഹാജരായത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കൂടി സഹായത്തിനായി 2 അഭിഭാഷകരെ കൂടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ആളാണ് ഹരീഷ് സാൽവെ. ഒപ്പം തന്നെ സംഘ്വി എന്ന സ്പോർട്സ് റിലേറ്റഡ് ലോ പേഴ്സണെ കൂടി സഹായത്തിനായി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവരുടെയൊക്കെ തന്നെ വാദം ഇപ്പോൾ തുടരുകയാണ്. നമ്മൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് 2 ദിവസങ്ങളിലാണ് ഈ വെയിങ് നടന്നത്. ആദ്യ ദിവസത്തെ വെയിങ് കഴിഞ്ഞപ്പോൾ കൃത്യമായ വെയിറ്റ് അല്ലെങ്കിൽ ആ മാനദണ്ഡം അനുസരിച്ചുള്ള വെയിറ്റ് പാലിക്കാൻ വിനേഷിനായിരുന്നു. ഫൈനലിന് മുമ്പ് മാത്രമാണ് ആ വെയിങ്ങിൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ആ ദിവസത്തിന് മുമ്പുള്ള വെയിറ്റിംഗ് പരിഗണിച്ച് വെള്ളി മെഡലെങ്കിലും നൽകണമെന്നാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ആവശ്യം. എന്തായാലും അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ എതിർകക്ഷികളായിട്ടുള്ളത് IOCയും ഒപ്പം തന്നെ UWW, അതായത് അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ, അവരാണ് എതിർകക്ഷികളായിട്ടുള്ളത്. ഇനി അവരുടെ കൂടി വാദമാണ് കേൾക്കാനുള്ളത്. നേരത്തെ തന്നെ ഈ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റൂൾസ് അതിൻ്റെ വഴിക്ക് പോകും, ഇനി ഒരു തിരുത്തലിനില്ല എന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും UWW ഒക്കെ തന്നെ അവിടെ സ്വീകരിക്കുന്നുണ്ടാവുക. എന്തായാലും നമ്മളും രാജ്യം ഒന്നാകെ തന്നെ പ്രതീക്ഷയിലാണ് വിനേഷിന് ആ മെഡൽ തിരികെ കിട്ടും, ചരിത്ര മെഡൽ തിരികെ കിട്ടും എന്ന് തന്നെയാണ്. ഇപ്പോൾ വൈകില്ലല്ലോ ഈ തീരുമാനം, ഈ വിധി വൈകില്ലല്ലോ അല്ലേ? അത് ഒളിമ്പിക്സിന് മുമ്പ് തന്നെ, അത് ഒളിമ്പിക്സ് കൊടിയിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ? ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഈ അപ്പീൽ സ്വീകരിച്ചതിന് ശേഷം തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഈ CAS, അതായത് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ്, അവർ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നു. അതിൽ പറയുന്നുണ്ട് ഒളിമ്പിക്സിന് മുമ്പായി തീർപ്പാക്കും എന്നുള്ളതാണ്. ഒളിമ്പിക്സിന് കൊടിയിറങ്ങുക 11-ാം തീയതി രാത്രിയാണ്, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെയൊക്കെ തന്നെ ആയിട്ടാണ് കൊടിയിറക്കം. അപ്പോൾ അതിന് മുമ്പായി തന്നെയാണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വലിയ രീതിയിൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം ഒന്നാകെ ഒപ്പം നിൽക്കുന്നു. ആ കൂട്ടത്തിലേക്ക് ഇതിഹാസ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ഓടി വരികയാണ്. സച്ചിൻ പറയുന്നത് ഈ മെഡൽ താരത്തിൽ നിന്ന്, വിനേഷിൽ നിന്ന് മോഷ്ടിക്കുകയായിരുന്നു. കായിക നിയമങ്ങളിൽ ഒരു പ്രായോഗിക മാറ്റങ്ങൾ വേണം, കൂടുതൽ താരങ്ങളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റങ്ങളാണ് വേണ്ടത് എന്നാണ് സച്ചിൻ പറയുന്നത്. എന്തായാലും നമുക്ക് വിനേഷിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നും നമുക്ക് അവകാശപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ നേടി കൈവെള്ളയിൽ എത്തിച്ച മെഡൽ കിട്ടുമെന്നും പ്രതീക്ഷിക്കാം. അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. അനിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെയും വിനേഷിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അപ്പോൾ കുറെ കൂടി നീതിയുക്തമായ ഒരു തീരുമാനം അവിടെ ഒന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ ഇംപീച്ച്മെന്റ് പ്രമേയം. ജയാ ബച്ചനെതിരെ അസ്വീകാര്യമായ ഭാഷയിൽ ധൻഖർ സംസാരിച്ചു എന്നാണ്
പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജഗദീപ് ധൻഖർ ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. അതിനിടെ വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്നതിന് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു. 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതിയിൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ല. Honorable members, Jaya Amitabh Bachchan is the last speaker on this point. Please, ma'am. ജയ ബച്ചനെ ജയ അമിതാഭ് ബച്ചൻ എന്ന് അഭിസംബോധന ചെയ്തതോടെ രാജ്യസഭ പ്രക്ഷുബ്ധമായി. ധൻഖർ അനുചിത ഭാഷയിൽ സംസാരിച്ചു എന്നായിരുന്നു ജയ ബച്ചന്റെ കുറ്റപ്പെടുത്തൽ. ജഗദീപ് ധൻഖർ മാപ്പ് പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടു. सर, मैं जया अमिताभ बच्चन ये बोलना चाहती हूँ, मैं कलाकार हूँ, बॉडी लैंग्वेज समझती हूँ, एक्सप्रेशन समझती हूँ, और सर मुझे माफ़ करिएगा मगर आपका टोन जो है. ജയ ബച്ചന്റെ പരാമർശം ധൻഖറിനെ കൂടുതൽ ക്ഷുഭിതനാക്കി. സെലിബ്രിറ്റികളും സഭയിൽ മര്യാദ പാലിക്കണമെന്ന് ധൻഖർ തിരിച്ചടിച്ചു. സഭയിൽ ബഹളം വെച്ച പ്രതിപക്ഷം പിന്നാലെ ഇറങ്ങിപ്പോയി. ജഗദീപ് ധൻഖറിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇംപീച്ച്മെന്റ് പ്രമേയമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതൃത്വം ആലോചിക്കുന്നത്. വഖഫ് ഭേദഗതി വിഷയത്തിൽ ഇന്നലെ പ്രഖ്യാപിച്ച സംയുക്ത പാർലമെന്ററി സമിതി ഇന്ന് നിലവിൽ വന്നു. BJP അംഗം ജഗ്ദംബിക പാൽ അധ്യക്ഷനായ സമിതിയിൽ 21 പേർ ലോക്സഭയിൽ നിന്നും 10 പേർ രാജ്യസഭയിൽ നിന്നും അംഗങ്ങളാകും. സംയുക്ത പാർലമെന്ററി സമിതിയിൽ അസദുദ്ദീൻ ഒവൈസിയെ ഉൾപ്പെടുത്തിയപ്പോൾ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം നൽകിയില്ല. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിൽ മോചിതനായി. സത്യത്തിന്റെ ശക്തിയെന്ന് സിസോദിയ പ്രതികരിച്ചു. ഉപാധികളോടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. മദ്യനയ അഴിമതിയിൽ CBI ED കേസുകളിലാണ് 17 മാസത്തെ ജയിൽ വാസത്തിനു ശേഷം ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിൽ മോചിതനായത്. പുറത്തിറങ്ങിയ സിസോദിയ തങ്ങളെ ഭരണഘടന സംരക്ഷിക്കുമെന്ന് പ്രതികരിച്ചു. अगर कोई तानाशाही सरकार आके निर्दोष लोगों को जेल में डालेगी तो संविधान इसको बचाएगा. മനീഷ് സിസോദിയയുടെ ജയിൽ മോചനം വലിയ ആവേശത്തോടെയാണ് ആം ആദ്മി ആഘോഷിച്ചത്. സിസോദിയയ്ക്ക് ജാമ്യം നൽകിയ സുപ്രീം കോടതി വിചാരണ വൈകുന്നതിൽ അതൃപ്തിയും അറിയിച്ചു. സിസോദിയെ പോലുള്ള ഒരു വ്യക്തി അതുവരെ ജയിലിൽ തുടരുക നീതിയുടെ താൽപര്യത്തിന് എതിരാകും എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ആഴ്ചയിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ സിസോദിയ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 24, ഡൽഹി. വാർത്താമഴ അവസാനിക്കുന്നു. 24 റൗണ്ടപ്പിൽ ടി കെ റീജിത്ത് ചേരും. നമസ്കാരം.